Dear students, so ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വേ ഓഫ് ഡ്രോയിങ് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ടതിലൊക്കെ നമ്മൾ ഇൻപുട്ടിനും ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ടിനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു സർക്യൂട്ട് നോക്കി നോക്കൂ. ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് സിംഗിൾ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്തത്. പ്ലസ് VCC എന്ന് പറഞ്ഞിട്ടുള്ളൊരു സപ്ലൈ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ സർക്യൂട്ടിൻ്റെ നമ്മളൊരു കുറച്ചൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു IBയും IEയും കണ്ടാൽ അറിയാം. അപ്പോൾ താഴത്തെ ടെർമിനൽ, ഈ ടെർമിനൽ VCCൻ്റെ -VCC അല്ലെങ്കിൽ ഗ്രൗണ്ടാണത്, ഗ്രൗണ്ട് ടെർമിനലാണ്, ഗ്രൗണ്ടാണത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാ സപ്ലൈ ആണെങ്കിൽ പ്ലസ് മൈനസ് എന്ന് പറയാറില്ലേ, ആ ഒരു ടെർമിനൽ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ സപ്ലൈ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നമുക്ക് NPN ട്രാൻസിസ്റ്ററിൽ ഇതിന് ആവശ്യമുള്ള ബയാസിങ് റെഡിയാണോ നോക്കാം. ബയാസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയാസിങ്ങിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇവിടെ എമിറ്റർ നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈൻ്റെ നെഗറ്റീവിലേക്ക്, അപ്പം അത് ഫോർവേഡ് ബയാസ്ഡാണ്. കളക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്ലസ്സിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അത് റിവേഴ്സ് ബയാസ്ഡാണ്. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് IBക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ ഇങ്ങനൊരു റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ എന്ത് സംഭവിക്കും, ഈ ഒരു ടെർമിനലിൽ അല്ലെങ്കിൽ ബേസിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വരുമ്പം ഇവിടെ പോസിറ്റീവ്, ഓൾറെഡി ഇവിടെ പോസിറ്റീവായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ്. കളക്ടറിനെ നോക്കുമ്പോൾ കളക്ടറിലേക്ക് വരുന്ന ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന അത്രയും വോൾട്ടേജ് എവിടേക്ക് എത്തണം എന്നില്ല, ബേസിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ റിവേഴ്സ് ബയാസിൽ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹയർ പൊട്ടൻഷ്യലും ഒന്ന് ലോവർ പൊട്ടൻഷ്യലും ആയാൽ മതി. അപ്പോൾ ഇവിടെ ഒരു +3 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ അതിനേക്കാളും കുറവാണെങ്കിൽ ഇത് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഇത് റിവേഴ്സ് ബയാസ്ഡായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു സിംഗിൾ സപ്ലൈ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ബയാസിങ് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാമെന്ന് വയ്ക്കാം. അപ്പോൾ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റും. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ RCക്ക് അക്രോസ് ഔട്ട്പുട്ട് എടുക്കാം. ഇവിടെ കണ്ടുള്ള ഈ റെസിസ്റ്റൻസിന് അക്രോസ് മാത്രം എടുക്കാം. അതുപോലെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുന്നത്, നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് എ കപ്പാസിറ്റർ ഫ്രം കളക്ടർ, അതും ഈ ഗ്രൗണ്ട് ടെർമിനൽ. നമ്മളിത് പ്രാക്ടിക്കൽ സർക്യൂട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഈ RCക്ക് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടാവും നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു IC/RC ആണ്. ദിസ് IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, IC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് AC ഉണ്ട് DC ഉണ്ട്, രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ സപ്പോസ് നമ്മൾ ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പോയിന്റ്, അത് ബിറ്റ്വീൻ 1 and 2 ആണെങ്കിൽ നമുക്കവിടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ഈ 2 ടെർമിനലിൻ്റെ ഇടയ്ക്ക് പ്ലസ് VCC ആണ് വരുന്നത്. അതൊന്ന് ഇത്രയും പാർട്ട് എത്ര പോയിട്ടുണ്ട്, -IC/RC ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ remaining part is this one, VCC minus IC/RC, that will be obtained at the terminals 1 and 2. പക്ഷേ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ജസ്റ്റ് 1ഉം 2ൻ്റെ ഇടയ്ക്ക് എന്ത് വെച്ചിട്ടുണ്ട്, 1ഉം 2ഉം 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്ക് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ആ ഔട്ട്പുട്ട് കളക്ടറിൽ നിന്ന് നേരിട്ടല്ല ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കളക്ടർ കഴിഞ്ഞാൽ നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ഈ വോൾട്ടേജ് VCC - IC/RC എന്നുള്ളതിൽ DC വോൾട്ടേജ് ഒന്നും ഇതിലൂടെ ഫ്ലോ ഇല്ല, ഈ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ഇല്ല. ബാക്കി വരുന്ന ഔട്ട്പുട്ട് എന്തുണ്ടായിരിക്കും, -IC/RC എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് മാത്രമേ ഇവിടെ നമുക്ക് കിട്ടുള്ളൂ, ബിറ്റ്വീൻ 1 and 2 കിട്ടുള്ളൂ. ഈ കപ്പാസിറ്റർ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ആക്ഷൻ. അപ്പോഴും നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഇഫക്റ്റിൽ നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാലും ഔട്ട്പുട്ട് നമ്മൾ ബിറ്റ്വീൻ RCൻ്റെ അക്രോസ് എടുത്തു കഴിഞ്ഞാലും ബിറ്റ്വീൻ 1 and 2 എടുത്തു കഴിഞ്ഞാലും ദ മാഗ്നിറ്റ്യൂഡ്സ് ആർ സെയിം ആണ്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IC/RC ആണ്. പക്ഷേ RCയിൽ എടുത്തു കഴിഞ്ഞാൽ അത് +IC/RC ആണ്. ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 and 2 ഇറ്റ് ഈസ് -IC/RC നമുക്ക് കിട്ടും. അപ്പം ഇതിൽ
ആക്ച്വലി -i യൂഷ്വലി നമ്മൾ ചെയ്യുന്ന മെത്തേഡിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ ഔട്ട്പുട്ട് ബിറ്റ്വീൻ 1 and 2 ആണ് നമ്മൾ യൂഷ്വലി ഔട്ട്പുട്ട് എടുക്കാറുള്ളത്. ഈ മെത്തേഡ് നമ്മൾ വല്ലാതെ ഓപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കേസിൽ നമുക്ക് ഔട്ട്പുട്ട് -i in this expression indicate that the phase of the output signal is reversed with respect to the input signal. That is for multi-stage amplification സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്. പിന്നെ ഇതിൽ ഫേസ് ഈസ് എ റിവേഴ്സൽ എന്ന് പറയുന്നത്. അതായത് സപ്പോസ് നമ്മളിപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഐ ബി ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഐ ബിൻ്റെ അക്രോസ് വേരിയേഷൻ സിഗ്നലിനനുസരിച്ചിട്ട് വേരിയേഷൻ വരികയാണെങ്കിൽ ഇതാണ് ഐ ബിൻ്റെ വേരിയേഷൻ. അതേസമയം നമ്മൾ ഈ ബിറ്റ്വീൻ 1 and 2 നോക്കിയിട്ട് അവിടുത്തെ ഐ സിയുടെ വേരിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഐ സിയുടെ വേരിയേഷൻ എങ്ങനെ ഉണ്ടാവാം? ആംപ്ലിഫൈ ചെയ്തിട്ടുണ്ടാവും, ബട്ട് ആംപ്ലിഫൈഡ് ഇൻ ദ റിവേഴ്സ് മാനർ. അപ്പം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് CRO എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് വേവ്സ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ CROയിൽ നമുക്ക് ഇപ്പോൾ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്നലിൻ്റെ വേവ് ഫോം ആയിട്ട് നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ പാത്ത് കാണിച്ചിട്ട് അത് നമുക്ക് വേവ് ഫോം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ആ വേവ് ഫോം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ ഇവിടെ പറയാൻ പറ്റും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് എന്ന് പറയും. ഇവിടെ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് പറയും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ്. ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഔട്ട് ഓഫ് ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ. സോ വെൻ ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് അത് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Next we can see some of the parameters related with the transistor amplifier. The first one is the input resistance. Input resistance means it is the resistance offered by the input circuit. So it will be circuit in the input part. So it is equal to delta VEB divided by delta IB, and it is always less, as you know, in the common emitter configuration. Then in the if we calculate the AC input resistance, it is also equal to VI divided by II. It is the VI is the input signal and II is the input current. Then output resistance is it is the ratio of the output voltage to output current. RO is equal to delta VCE divided by delta IC. Then next parameter is the case of effective collector load. ദാറ്റ് ഈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമ്മളിവിടെ കളക്ടറിൽ നമ്മൾ ഒരു ലോഡും കൂടെ കണക്ട് ചെയ്തെന്ന് വയ്ക്കുക. സപ്പോസ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് ഇവിടെ നമ്മൾ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോഡ് പിന്നെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും RL സീരീസിലാണെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്, നിങ്ങൾക്ക് വരുന്നുണ്ട് ആ പാട്ട് വരുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഈ RCയും RLഉം ഇവിടെ ഒരു കപ്പാസിറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഫോർ AC സിഗ്നൽ ദിസ് RC ആൻഡ് പാരലൽ, അത് പ്രത്യേകിച്ച് നോക്കണം, ഫോർ AC സിഗ്നലാണ് ദിസ് RC ആൻഡ് RL പാരലൽ ടു കംസ് ഇൻ പാരലൽ. So the expression is you can see this is the expression the load effective load resistance is RC parallel RL, which is equal to RC RL divided by RC plus RL. If RL is several hundred times higher than RC ആണെങ്കിൽ so it will come to the RC, it will be approximately equal to RC. So in parallel combination the resultant will be almost equal to the lowest one. So it will be if load is very high, then it will be almost equal to RC എന്ന് കിട്ടും. Therefore it is a parallel combination. Suppose another circuit comes in series with a second stage amplifier comes in series with it, then the input resistance of that second stage, what is the input resistance of that second stage, that is also comes in parallel to this. So that will be equal to, so RC parallel RL we can assume to be equal to RC, then it will be RC parallel RI. So RC RI divided by RC into RI. Since RI is quite small, therefore effective load is always reduced. So the effective value of the load resistance will be reduced by this method. So that is important. So RC is in parallel with the RL, not in series. Then the next one is current gain. Current gain, as we have already stated that one, that is it is equal to beta delta IC divided by IB, and the value you know it is 22,500.
വാല്യൂ വരെ വരാൻ ചാൻസ് ഉണ്ട്. വോൾട്ടേജ് ഗെയിൻ മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ദ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് ഡെൽറ്റ വി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി ബി ഇ. ദെൻ ഈ വോൾട്ടേജ് ഗെയിനിനെ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ഇഫക്റ്റീവ് ലോഡ്, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ്. അപ്പോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡെൽറ്റ ഐ സി. ദെൻ ഇഫക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ ആർ എൽ, സ്മോൾ ആർ എൽ, ദാറ്റ് ഈസ് ആർ സി പാരലൽ ആർ എൽ ആണ്, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ബി ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആർ ഐ യു ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ബി എന്ന് പറയുന്നൊരു ഫാക്ടറും ആർ എൽ ബൈ ആർ ഐ എന്ന് പറയുന്നൊരു ഫാക്ടറും കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ ഐ. ബീറ്റ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ ഐ ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ. അത് നമ്മൾ നോട്ടേഷൻ കൊടുക്കാറുള്ളത് എ ബി എന്ന് പറയുന്ന നോട്ടേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കതിൻ്റെ കറണ്ട് ഗെയിൻ കഴിഞ്ഞു. ഇനി പവർ ഗെയിൻ ആണ്. പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ നോട്ടേഷൻ കൊടുക്കുന്നത് നമ്മൾ എ പി എന്ന് പറയുന്ന ഒരു നോട്ടേഷനാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഐ സ്ക്വയർ ആർ എൽ. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഐ സി സ്ക്വയർ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് വരും. So it is equal to delta IC by delta IB, again delta IC by delta IB into RI RL divided by RI. So it will be, first one is nothing but a current gain beta, then second one is nothing but a AB, that is the voltage gain. Or you can write it as beta square into RL divided by RI also is another formula for the power gain. Okay. Then ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇവിടെ. കളക്ടർ ലോഡ് ഈസ് ഗിവൺ ആസ് 2K and the input resistance is 1K, current gain is 50, calculate the voltage gain of the amplifier. അപ്പം കളക്ടർ ലോഡ് 2K ആണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് 1K തന്നിട്ടുണ്ട്, കറണ്ട് ഗെയിനും എ വി ഈസ് നത്തിങ് ബട്ട് ബീറ്റ ഇൻറ്റു സ്മോൾ ആർ എൽ ഡിവൈഡഡ് ബൈ ആർ ഐ. ദിസ് ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വേറെ ലോഡൊന്നും പറയാത്തതുകൊണ്ട് അതിനെ നമുക്ക് ആർ സി ആയിട്ട് എടുക്കാൻ പറ്റും. ഇവിടെ ആർ സി. So RC then divided by RI is already given, so you can substitute the values. 50 into 2K divided by 1K, so it is equal to 1,000. Sorry, not 1,000, it is 100. That is the voltage gain. Voltage gain has a high value in the case of common emitter amplifier. Then next one, it is also another important factor regarding the transistor analysis. So you know, this is the straight line is the DC load line, and each graph corresponds to the output characteristics at different IB values. Here we have IB equal to 0, from IB equal to 0 to IB equal to IB saturation. Then above that we have IB greater than IB saturation we have. So what happens here in the IB equal to 0 case, that means there is no current, practically no current flow through the emitter part. So what happens, there is the forward bias condition of the input part is not satisfied in this case. If IB is equal to 0, there is no forward bias condition is provided for the transistor, so the emitter bias junction is not forward biased. Under that condition, what happens, the transistor does not conduct at all. So IB equal to 0 means IC is equal to 0. So in our expression, VC is equal to VCC minus IC RC. This IC becomes 0, VCC minus IC RC. So this IC is equal to 0 means VCE is equal to VCC. So here you can see that the almost VC in this case is almost equal to this VCC value. So that is the case here. So almost the entire output voltage VCC is divided across these emitter and collector terminal. So this region under which this forward biased conditions of the junction is not satisfied, emitter based junction is not satisfied, we can say that the transistor is in the cutoff region. So cutoff means IB is equal to 0. So based on that you can predict all the other values. So in this region there is no input current flow. Now suppose the next case, in the next case this is given as IB is equal to IB saturation. If IB is equal to IB saturation, then what happens to VCE?
VCE will be IB has reached its maximum value, so IC also will reach its maximum value. So when IC reaches its saturation value, then what happens? It reaches somewhere here. So corresponding to that, we have this VCE value, and VCE value that is equal to knee voltage. It will reach the knee voltage. So saturation voltage is the voltage at which the the saturation voltage means, or saturation current is the current at which the collector emitter voltage is saturated. That is or the collector emitter voltage is only knee voltage. Suppose again we are increasing the IB value, so IB is greater than IB saturation. In that case, what happens to the VC value? The VC value is less than V knee voltage. That is, a knee voltage is not cannot be provided by the transistor. So this happens under the conditions of when the reverse bias conditions of the transistor is not satisfied at the collector base junction. So cutoff region occurs when forward biasing is not provided to emitter base junction, and cutoff region, saturation region is provided when the reverse biasing is not provided to the collector base junction. Usually the condition for a transistor to be in the active state is that so its emitter base junction, it should be in the forward bias case, and the collector base junction should be in the reverse bias case, that we have represented as on and off. This is the working condition of a transistor. So in the cutoff state, this becomes off, and also this is also in the off state. So both junctions are reverse biased. In the other case, that is in the saturation case, what happens is that this part becomes on, and this part is also becomes on. So these two conditions are not the active regions of the transistor. So only this region of the transistor is the active region. So the region between saturation and cutoff, that is known as the active region. So from this point to this point, this region that is the active region of the transistor. Different values under the saturation conditions are given. IC saturation will be equal to it is almost EVCC divided by RC, that we have already seen. Then IB saturation will be equal to IB saturation is equal to IC saturation divided by beta. Then VC at saturation value, VC is equal to V knee voltage. So the off state and on state is that on state for the emitter base junction, the off state for the collector base junction is to be satisfied for the transistor to be in the active region. So all the performance of the transistors in the analog circuits are obtained, that we are dealing in the first half of our syllabus. അത് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ കോമൺ ആംപ്ലിഫയർ സർക്യൂട്ട്, ഡിജിറ്റൽ അല്ലാത്ത സർക്യൂട്ട്സ്, ആ സർക്യൂട്ട്സിൽ ഡീൽ ചെയ്യുന്നത് നമ്മൾ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ വെച്ചിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ നമ്മൾ സാച്ചുറേഷനിലേക്ക് കട്ട് ഓഫിലേക്ക് പോകുന്ന സമയത്ത് അതിന് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ഐദർ ട്രാൻസിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ അവിടുന്ന് വരുന്ന ഔട്ട്പുട്ട് 0 ആക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ മാക്സിമം ആക്കും. അപ്പോൾ അത് 1-0 എന്നുള്ള കണ്ടീഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. ദാറ്റ് ഈസ് ദിസ് കട്ട് ഓഫ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ഒരു പാട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്ന പാട്ട്. Okay.